ഹായ് ഫ്രണ്ട്സ്, കേരള PSC എക്സാം ടോക്കറിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ ജില്ലകൾ രൂപീകരിച്ച ദിവസം എന്നാണ്. കേരളത്തിലെ 14 ജില്ലകളും എന്നാണ് രൂപം കൊണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ക്ലാസ്സിലേക്ക് കിടക്കാം. അതിനു മുമ്പ് നിങ്ങളോട് റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾ ഇതുവരെ കേരള PSC എക്സാം ടോപ്പർ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെല്ലൈക്കൺ ഓൾസോ. അപ്പോൾ നമുക്ക് കേരളത്തിലെ ജില്ലകൾ നോക്കാം. തിരുവനന്തപുരം ജില്ല രൂപം കൊണ്ടത് 1949 ജൂലൈ 1-ാം തീയതിയാണ്. 1949 ജൂലൈ 1-ാം തീയതിയാണ് തിരുവനന്തപുരം ജില്ല രൂപം കൊണ്ടത്. കൊല്ലം ജില്ല രൂപം കൊണ്ടത് 1949 ജൂലൈ 1-ാം തീയതി തന്നെയാണ്. കൊല്ലം ജില്ലയും രൂപം കൊണ്ടത് 1949 ജൂലൈ 1-ാം തീയതി തന്നെയാണ്. തിരുവനന്തപുരവും കൊല്ലവും ഒരേ തീയതിക്ക് തന്നെയാണ് രൂപം കൊണ്ടത്. പത്തനംതിട്ട ജില്ല രൂപം കൊണ്ടത് 1982 നവംബർ 1-ാം തീയതിയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, 1982 നവംബർ 1-ാം തീയതിയാണ് പത്തനംതിട്ട ജില്ല രൂപം കൊണ്ടത്. ആലപ്പുഴ ജില്ല രൂപം കൊണ്ടത് 1957 ഓഗസ്റ്റ് 17-നായിരുന്നു. ആലപ്പുഴ ജില്ല രൂപം കൊണ്ടത് 1957 ഓഗസ്റ്റ് 17-ന്. എന്നാൽ കോട്ടയം ജില്ല രൂപം കൊണ്ടത് 1949 ജൂലൈ 1-നാണ്. 1949 ജൂലൈ 1-നാണ് കോട്ടയം ജില്ല രൂപം കൊണ്ടത്. ഇടുക്കി ജില്ല രൂപം കൊണ്ടത് 1972 ജനുവരി 26-നാണ്. 1972 ജനുവരി 26-നാണ് ഇടുക്കി ജില്ല രൂപം കൊണ്ടത്. എറണാകുളം ജില്ല രൂപം കൊണ്ടത് 1958 ഏപ്രിൽ 1-നാണ്. 1958 ഏപ്രിൽ 1-നാണ് എറണാകുളം ജില്ല രൂപം കൊണ്ടത്. തൃശ്ശൂർ ജില്ല രൂപം കൊണ്ടത് 1949 ജൂലൈ 1-നാണ്. 1949 ജൂലൈ 1-നാണ് തൃശ്ശൂർ ജില്ല രൂപം കൊണ്ടത്. അതുപോലെ തന്നെ പാലക്കാട് ജില്ല രൂപം കൊണ്ടത് 1957 ജനുവരി 1-നാണ്. പാലക്കാട് ജില്ല രൂപം കൊണ്ടത് 1957 ജനുവരി 1-നാണ്. മലപ്പുറം ജില്ല രൂപം കൊണ്ടത് 1969 ജൂൺ 16-നാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, 1969 ജൂൺ 16-നാണ്. കോഴിക്കോട് ജില്ല രൂപം കൊണ്ടത് 1957 ജനുവരി 1-നാണ്. കോഴിക്കോട് ജില്ല രൂപം കൊണ്ടത് 1957 ജനുവരി 1-നാണ്. വയനാട് ജില്ല രൂപം കൊണ്ടത് 1980 നവംബർ 1-നാണ്. വയനാട് ജില്ല രൂപം കൊണ്ടത് 1980 നവംബർ 1-നാണ്. കണ്ണൂർ ജില്ല രൂപം കൊണ്ടത് 1957 ജനുവരി 1-നാണ്. 1957 ജനുവരി 1-ന്. കാസർഗോഡ് ജില്ല രൂപം കൊണ്ടത് 1984 മെയ് 24-ന്. താങ്ക് യു ഫ്രണ്ട്സ്.